പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത തേജസ് എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 2 ബാച്ചുകളിലായി 180 തേജസ് MK-1A എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ബാച്ചായ 83 തേജസ് MK-1A എയർക്രാഫ്റ്റുകൾക്കായിട്ടുള്ള ഓർഡർ ഇതിനോടകം തന്നെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചായ 97 തേജസ് MK-1A എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനു വേണ്ടിയുള്ള കരാർ അധികം വൈകാതെ തന്നെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ഒപ്പുവയ്ക്കും. ആദ്യ ബാച്ചിലെ, അതായത് 83 തേജസ് MK-1Aയിലെ ആദ്യത്തെ 2 എയർക്രാഫ്റ്റുകൾ ഡെലിവർ ചെയ്യുമ്പോൾ 97 തേജസ് MK-1ന് വേണ്ടിയുള്ള കരാർ ഒപ്പിടും. അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്സിന്റെ ജെറ്റ് എഞ്ചിൻ സമയത്ത് ഡെലിവർ ചെയ്യാത്തത് മൂലം തേജസ് MK-1 പ്രോഗ്രാം ഡിലേ ആയിരുന്നു. HAL 99 GEF404 എഞ്ചിനുകൾ വാങ്ങുന്നതിനുള്ള കരാർ മുൻപ് തന്നെ GEയുമായി ഒപ്പിട്ടിരുന്നു. അതിൽ 3 എഞ്ചിനുകൾ മാത്രമേ GE ഡെലിവർ ചെയ്തിട്ടുള്ളൂ. ഈ വർഷം അവസാനത്തോടുകൂടി 7 എഞ്ചിനുകൾ കൂടി നൽകുമെന്നാണ് വിവരം. 20 എഞ്ചിനുകൾ അടുത്ത വർഷം നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. സപ്ലൈ ചെയിനിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഡിലേക്ക് കാരണമായത് എന്നാണ് GE പറയുന്നത്. സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിനായി ടെക്നോളജി, മെഷീനറികൾ, മറ്റ് സർവീസുകൾ എന്നിവ നൽകുന്ന കമ്പനികളുടെ ഒരു നെറ്റ്വർക്കാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ കമ്പോണന്റ് വൈകിയാൽ പോലും പ്രോജക്റ്റ് മൊത്തത്തിൽ ഡിലേ ആകുവാൻ കാരണമാകും. ഇത്തരം പ്രശ്നങ്ങളെ പൊതുവെ സപ്ലൈ ചെയിൻ ഇഷ്യൂസ് എന്നാണ് പറയുക. ആദ്യഘട്ടത്തിൽ ഓർഡർ ചെയ്ത 99 GEF404 എഞ്ചിനുകൾ ആദ്യ ബാച്ചായ 83 തേജസ് MK-1Aയ്ക്ക് വേണ്ടിയുള്ളതാണ്. എഞ്ചിൻ ഡെലിവറി പൂർണ്ണ തോതിലേക്ക് എത്തിയാൽ തേജസ് MK-1A ഡെലിവറിയിൽ ഡിലേ ഉണ്ടാവുകയില്ല എന്നാണ് HAL പറയുന്നത്. 10 LCA MK-1 എയർക്രാഫ്റ്റുകൾ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. ഇവയിൽ 2 എണ്ണത്തിൽ എഞ്ചിനുകളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 8 തേജസ് എയർഫ്രെയിമിൽ എഞ്ചിൻ ഘടിപ്പിക്കുക എന്ന ഒരു ജോലി മാത്രമേ പൂർത്തിയാകുവാനുള്ളൂ. അതുപോലെ 24 തേജസ് MK-1A എയർക്രാഫ്റ്റുകൾ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലാണ്. എഞ്ചിൻ ഡെലിവറി കൂടാതെ അസ്ത്ര മിസൈൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലും ചില പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ വർഷം മാർച്ചിൽ തേജസിൽ നിന്നും അസ്ത്ര മിസൈൽ ഫയർ ചെയ്തിരുന്നു. എന്നാൽ ഈ പരീക്ഷണം പരാജയപ്പെട്ടു. ഈ ടെസ്റ്റിലൂടെ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അസ്ത്ര മിസൈലിന്റെ സോഫ്റ്റ്വെയറിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇങ്ങനെ മാറ്റം വരുത്തിയ സോഫ്റ്റ്വെയർ സേഫ്റ്റി റിവ്യൂ ബോർഡിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. 120 കിലോമീറ്ററാണ് ഇതിന്റെ മാക്സിമം റേഞ്ച്. HAL പൂർണ്ണമായും തയ്യാറാക്കിയ 2 തേജസ് MK-1A എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലിന്റെ ട്രയലുകളും ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലുകളിൽ ഒന്നാണ് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ അഥവാ അസ്ത്ര. അസ്ത്ര മിസൈലിന്റെ അപ്ഗ്രേഡ് ചെയ്ത സോഫ്റ്റ്വെയറിന് അപ്രൂവൽ ലഭിച്ചാൽ അസ്ത്ര മിസൈലിന്റെ ടെസ്റ്റിംഗും പുനരാരംഭിക്കും. ഒക്ടോബർ 8-ന് അസ്ത്ര MK-1ന്റെ 120 കിലോമീറ്റർ റേഞ്ച് എന്ന അതിന്റെ മാക്സിമം റേഞ്ച് ഇന്ത്യൻ എയർഫോഴ്സിന് മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് HAL കരുതുന്നത്. ഇവ കൂടാതെ ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻസ്, സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ എന്നിവയും തേജസിൽ നിന്നും ടെസ്റ്റ് ചെയ്യും. ഹാമർ ഫ്രഞ്ച് നിർമ്മിതമായ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനാണ്. 70 കിലോമീറ്ററാണ് ഇതിന്റെ മാക്സിമം റേഞ്ച്. സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ DRDO നിർമ്മിച്ച ആയുധമാണ്. എയർ ബേസുകളുടെ റൺവേകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. 100 കിലോമീറ്ററാണ് ഇതിന്റെ മാക്സിമം റേഞ്ച്. ഇത്തരം മിസൈൽ ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എയർക്രാഫ്റ്റിനെ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോ വെപ്പൺ ടെസ്റ്റും. ഒരു മിസൈൽ ഫയർ ചെയ്ത് അത് കൃത്യമായി ടാർഗറ്റിനെ തകർക്കുന്നതിന് എയർക്രാഫ്റ്റിന്റെ മൊത്തം സംവിധാനങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എയർക്രാഫ്റ്റിന്റെ വിങ്ങിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വെപ്പൺ എയർക്രാഫ്റ്റിന്റെ എയ്റോഡൈനാമിക്സുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതുപോലെ റഡാറുകളോ മറ്റ് സെൻസറുകളോ ഉപയോഗിച്ച് ടാർഗറ്റിനെ കൃത്യമായി കണ്ടെത്തി ട്രാക്ക് ചെയ്ത് ആ ഇൻഫർമേഷൻ കൃത്യമായി മിസൈലിലേക്ക് ഫീഡ് ചെയ്യണം. ഇതിനു വേണ്ടി എയർക്രാഫ്റ്റിന്റെ എല്ലാ കമാൻഡുകളും കൃത്യമായി പ്രവർത്തിക്കണം. അതിനുശേഷം കൃത്യമായി വെപ്പൺ എയർക്രാഫ്റ്റിൽ നിന്നും റിലീസ് ചെയ്യുകയും വേണം. ഭാരമേറിയ മിസൈൽ എയർക്രാഫ്റ്റിൽ നിന്നും പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ എയ്റോഡൈനാമിക്സിലെ വ്യത്യാസത്തിനനുസരിച്ച് എയർക്രാഫ്റ്റ് കൃത്യമായി നിയന്ത്രിക്കപ്പെടണം. ഇത്തരത്തിലൊരു വെപ്പൺ ഫയർ ചെയ്യുവാൻ എയർക്രാഫ്റ്റ് മൊത്തത്തിൽ കൃത്യമായി പ്രവർത്തിക്കണം. HAL 12 തേജസ് എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് ഈ വർഷം കൈമാറുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം 10 എഞ്ചിൻ മാത്രമേ GE നൽകുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ 12 എയർക്രാഫ്റ്റിന് പകരം 10 എയർക്രാഫ്റ്റ് മാത്രമേ ഈ വർഷം ഇന്ത്യൻ എയർഫോഴ്സിന് നൽകുവാൻ സാധിക്കുകയുള്ളൂ. മുൻപ് പറഞ്ഞതുപോലെ എഞ്ചിൻ സപ്ലൈ കൂടാതെ HALന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രശ്നങ്ങളും തേജസിന്റെ ഡെലിവറി ഡിലേ ആക്കിയിട്ടുണ്ട്.
എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ GE തങ്ങളുടെ സപ്ലൈ ചെയിൻ ഇഷ്യൂസ് പരിഹരിച്ച് F404ന്റെ എഞ്ചിൻ പ്രൊഡക്ഷൻ പ്ലാന്റിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഡെലിവറിയിൽ ഡിലേ ഉണ്ടാവുകയില്ല എന്ന് കരുതാം. തേജസ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് നിലനിർത്തുവാൻ തേജസ് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും ഇന്ത്യയുടെ ഉത്തം AES റഡാറും DRDOയുടെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും കൂടി എത്തുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റുകളിൽ ഒന്നായി തേജസ് മാറും. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുമായി പങ്കുവച്ച ഈ വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.